രാവിലെ കഴിഞ്ഞ വിവരണാതീതമാം വിധത്തിൽ പടവീട് ക്ഷേത്രത്തില് ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ 3 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 3 മണിക്ക് ഇവിടുത്തെ പ്രോഗ്രാം ആരംഭിക്കുകയും ചെയ്തു. ഒരു അഗാധമായ ഒരു വിഷയമാണ് യഥാർത്ഥത്തില് ഭാഗവതം എന്ന് പറയുന്നത്. ഭാഗവത ഗ്രന്ഥം പലപ്പോഴും നമ്മളിൽ ഭൂരിഭാഗം വ്യക്തികൾ ഭാഗവതത്തിന്റെ ശരിക്കുള്ള പ്രയോഗം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം. അത് വായിച്ചു പറഞ്ഞു കൊടുക്കുന്നവരും അത് കേൾക്കുന്നവരും അറിയേണ്ട ഏറ്റവും വലിയ 5 വാക്കുകളുണ്ട്. ആ 5 വാക്കുകൾ പഠിച്ചാലേ ഭാഗവതം എന്നല്ല ഭാരതത്തിലെ ഏത് ഗ്രന്ഥത്തെക്കുറിച്ചും അറിയാൻ സാധിക്കും. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. മനസ്സ്, ആ മനസ്സിൽ നിന്ന് ചിന്തകൾ. മൈൻഡ്, തോട്ട്സ്. ചിന്തകളിൽ നിന്നാണ് കർമ്മം വരിക, ആക്ഷൻ. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ. മനസ്സ്, ചിന്തകൾ, കർമ്മം. അത് 3 നമുക്ക് സ്വാധീനമുള്ളതാണ്. പിന്നെ 2 കർമ്മഫലം, കർമ്മത്തിന്റെ പ്രതിഫലം, റിസൾട്ട്, റിവാർഡ്. ഈ 5 വാക്കുകളാണ് ഭാരതത്തെ ഭാരതമാക്കിയ 5 വാക്കുകൾ. ഇവിടെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ആയിരക്കണക്കിന് ആചാര്യന്മാര് ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമുക്ക് എഴുതി തന്ന ഗ്രന്ഥങ്ങൾ ആ വഴി ഇമ്പോർട്ടൻ്റാണ്. ആയിരക്കണക്കിന് ആചാര്യന്മാര് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള് ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമുക്ക് എഴുതി തന്നു. ലോകത്തിലെ 9 മതങ്ങളുള്ളതിൽ 8 മതത്തിലും ഒരു ഗ്രന്ഥമേ ഉള്ളൂ, ഒരു ആചാര്യനുള്ളൂ. ലോകത്തിലെ 9 മതങ്ങളുള്ളതിൽ 8 മതങ്ങൾക്കും ഒരു ഗ്രന്ഥം, ഒരാചാര്യൻ, അതിലെ ഒരു വിഷയം, അത് ഒരു കാലഘട്ടത്തിൽ എഴുതിയത്. ആ ഗ്രന്ഥങ്ങളിലെ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ പെർമിഷൻ കൊടുത്തിരുന്നില്ല. അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ പെർമിഷൻ തന്നിട്ടില്ല മറ്റ് ഗ്രന്ഥങ്ങളില്ല. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഈ ആയിരക്കണക്കിന് ആചാര്യന്മാരെ എന്തിനാ ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയത്? ഒരൊറ്റ വരിയിൽ ഉത്തരം പറയാൻ സാധിക്കും. ഒരു പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിലൂടെ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധ്യമല്ല. ഒരു പുസ്തകത്തിലൂടെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ ആര് ശ്രമിച്ചാലും വിജയിക്കില്ല. ഒരു ആചാര്യൻ വിചാരിച്ചാലും മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും കൊടുക്കാൻ സാധിക്കില്ല. ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ ബാധകമാവില്ല. മാറ്റങ്ങൾ ഗ്രന്ഥങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കണം. ചേഞ്ച് ഈസ് ദ റൂൾ ഓഫ് നേച്ചർ. പ്രകൃതിയുടെ നിയമമാണ് മാറ്റങ്ങൾ. നമ്മളങ്ങനെയല്ലേ ജീവിതത്തില് വ്യത്യസ്ത തരത്തിലുള്ള വാഹനങ്ങള്, വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങള്, വ്യത്യസ്തമായ സിനിമകള്, വ്യത്യസ്തമായ പാട്ടുകള്, വ്യത്യസ്തമായ വെജിറ്റബിൾസ്, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേഷനറി,
വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകൾ, വ്യത്യസ്തം എന്നുള്ളത് എല്ലാത്തിൻ്റെയും ഭാഗമാണ്. അപ്പൊ ഈ ഭാരതം എന്ന രാഷ്ട്രം നിലനിന്നത് മനസ്സ്, ചിന്ത, കർമ്മം, കർമ്മഫലം, കർമ്മത്തിന്റെ പ്രതിഫലം. നമ്മൾ കഴിഞ്ഞ 10,000 വർഷങ്ങളായിട്ട് BC 8275 മുതൽക്ക് AD 2018 ഈ നട്ടുച്ചയ്ക്ക് നല്ല രീതിയിൽ അന്തരീക്ഷം സുഖമായിട്ട് കിടന്നുറങ്ങാവുന്ന അന്തരീക്ഷത്തിൽ പോലും ഈ ഹാളിൽ ഇത്രയും വ്യക്തികൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ 10,000 വർഷത്തെ നമ്മുടെ പ്രാർത്ഥന സദ്ഗമയ, അതാണ് ഭാരതീയന്റെ അടിത്തറ മാറ്റിയ പ്രാർത്ഥന. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മൃത്യോർമാ അമൃതംഗമയ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്. ഈ 3 പ്രാർത്ഥന മതി നിങ്ങൾക്ക്, നമുക്ക് ജീവിതത്തില്. അത് ഉപനിഷത്തിന്റെ ശാന്തി മന്ത്രമാണ്. അത് ജീവിത വീക്ഷണം പറയുന്ന മന്ത്രമാണ്. സിമ്പിൾ ഇംഗ്ലീഷിൽ മാറ്റിയാൽ ഫ്രം ബാഡ് ടു ഗുഡ്, ഗുഡ് ടു ബെറ്റർ, ബെറ്റർ ടു ദി ബെസ്റ്റ്, അസതോമാ സദ്ഗമയ. ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, തമസോമാ ജ്യോതിർഗമയ. ഫ്രം ഇഗ്നോറൻസ് ടു നോളജ്. മാത്രമല്ല ഇന്ന് കേരളത്തില് ശരിക്കും 152 തരത്തിലുള്ള സൈക്കോസൊമാറ്റിക് രോഗങ്ങളാണുള്ളത്. മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങള് ഇന്ന് മാനവരാശിയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കോസൊമാറ്റിക് ഡിസീസ്. ആ ഒരൊറ്റ വരി മതി അതിന്. മൃത്യോർമാ അമൃതംഗമയ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്. ഇത് 3 നമുക്ക് സാധ്യമായാൽ നമ്മുടെ ജീവിതം ധന്യമായ ജീവിതം. 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഭൂതകാലം, വർത്തമാനം, ഭാവി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇന്നലെ സംഭവിച്ചതും ഇന്നലെ ചെയ്തതുമായ തിന്മകളിൽ നിന്ന് ഇന്നത്തേക്ക് മോചനം നേടി ഇന്നത്തേക്കാൾ നന്മ നാളെ ചെയ്യാവുന്ന ലെവലിലേക്ക് മാറുകയാണെങ്കിൽ ആ ജീവിതത്തെയാണ് നമ്മൾ ഗ്ലോറിയസ് ലൈഫ് എന്ന് പറയാം. യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ ലൈഫ്. 4 വാക്കുകൾ ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു മിനിറ്റും ഈ 4 വാക്കുകളും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം. യൂസ്ഫുൾ ലൈഫ്, purposeful life, fruitful life, in short, meaningful life. പ്രയോജനപ്രദമായ ഒരു ജീവിതം, ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം, ഫലപ്രദമായ ഒരു ജീവിതം, അർത്ഥവത്തായ ഒരു ജീവിതം. പ്രയോജനപ്രദം, ലക്ഷ്യബോധം, ഫലപ്രദം, അർത്ഥവത്തം ആയ ഒരു ജീവിതമാക്കി എന്റെ ജന്മം തീരണമെങ്കിൽ മഹാകവി ഉള്ളൂര് പറഞ്ഞ വരിയുണ്ട്. നമുക്ക് നാമേ മണിവത് നാഗം നരകവും അതുപോലെ. ആ വരിക്ക് ചെറിയ അർത്ഥമൊന്നുമല്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നു ഈശ്വരൻ എന്നെ ശിക്ഷിച്ചു, അല്ലെങ്കിൽ ദൈവം എന്നെ രക്ഷിച്ചു. പദപ്രയോഗം ശരിയാണ്. ഭാരതീയന് ഒരിക്കലും ഈശ്വരനാണ് ശിക്ഷ തരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും കൃഷ്ണൻ ഭഗവത്ഗീതയില് എനിക്ക് ഇഷ്ടമുള്ളവനെന്നോ ഇഷ്ടമില്ലാത്തവനെന്നോ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ആരെയും നിങ്ങൾ തരുന്നത് കൊണ്ട് ഞാൻ ഓവറായിട്ട് സന്തോഷിക്കുകയോ
disturbed, the system will adjust എന്നാണ്. Whenever the system in equilibrium is disturbed, God will adjust എന്നല്ല പറഞ്ഞിരിക്കുന്നത്. System will adjust itself in such a way that effect of the disturbance will be nullified. അപ്പോ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മുടെ സംസ്കാരം, നമ്മുടെ സമൂഹം, നമ്മുടെ രാഷ്ട്രം, ആറെണ്ണം: മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ. ഈ ആറെണ്ണത്തിനെ അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ആ പ്രയാണം നടത്തണമെങ്കിൽ ആദ്യം മാറ്റം വരേണ്ടത് മനസ്സിലാണ്. ആദ്യം മാറ്റം വരേണ്ടത് മനസ്സിലാണ്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. ഈ ലോകത്തിൽ നമുക്ക് സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം, നിർഭയത്വം, ഇത് പോസിറ്റീവ് വികാരങ്ങള്. ഈ ജീവിതത്തിൽ നമുക്ക് വാശി, പക, വിദ്വേഷം, അസൂയ, അഹങ്കാരം, കുരിഷ്ട, കുശുമ്പ, പരദൂഷണം, പാലകപ്പ്, കാലുവാലത, കുഞ്ഞായ്മ, 10. ഈ രണ്ടും 10 പോസിറ്റീവും 10 നെഗറ്റീവും ഉള്ളത് ഒരേ മനസ്സിനകത്താണ്. ഒരേ മനസ്സിലാണ് ഈ 10 പോസിറ്റീവ് ഉള്ളത്, 10 നെഗറ്റീവ് ഉള്ളത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ യാത്രയില് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും സ്വർഗത്തിലേക്ക് പോകണമേ എന്നല്ല. പ്രാർത്ഥിക്കേണ്ടതും ശരിക്കും തിന്മയിൽ നിന്ന് ഞങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകണം. ഇന്നലെ വരെ 10 പ്രാവശ്യം ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത് 6